ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നല്ല കിടുക്കൻ സീന് തന്നെയാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. അങ്ങനെ സുശീല ഇങ്ങനെ ഭാനുമ്മയോട് സംസാരിക്കുകയാണ്. എൻ്റെ ഭാനുമ്മയെ ഞാൻ എത്ര നല്ല രീതിയിലാണ് അവളെ നോക്കിയത്, എന്നിട്ട് അവളിൽ നിന്ന് കിട്ടിയത് എനിക്കെന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, എടി സുശീലേ, നീ ഇത് പുറത്തുള്ള ആരോടെങ്കിലും പറഞ്ഞോ, പക്ഷെ നേരുന്നറിയും അറിയുന്ന എന്നോട് നീ പറയാൻ നിൽക്കരുത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് ചോറും കൂറൊക്കെ അവളോടാണല്ലേ? അതെ, നേരും നെറിയും ഒക്കെയുള്ള ആളുകളുടെ ഒപ്പം നിൽക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള നേരും നെറിയുമില്ലാത്ത എന്ന് പറയുന്നില്ല. അത് കേൾക്കുന്ന സുശീലക്ക് ദേഷ്യം പിടിക്കാനായിട്ട് അങ്ങനെ സുശീല പറയണേ, മതി, നിങ്ങളുടെ സംസാരം ഇനി നിർത്തിയേക്ക്, കൂടുതലായി നിങ്ങളൊന്നും പറയണ്ട. ഞാൻ നിങ്ങളെ ഇവിടെ ചായ തന്ന് സൽക്കരിച്ചത് അവൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നിങ്ങളിപ്പോൾ എന്നോട് പറഞ്ഞത് എന്താ? മതിയായി, എനിക്ക് നിങ്ങളോട് സംസാരിച്ചിട്ട് മതിയായി എന്ന് പറഞ്ഞിട്ട് ആ ചായ അങ്ങ് എടുക്കണം കേട്ടോ. ഇതേ സമയം ഭാനുമ ഒന്ന് ഞെട്ടിപ്പോണേ. ഇവളുടെ ഒരു കുശുമ്പ് ഇപ്പോഴും മാറിയില്ല എന്നാ ലെവല്. മതി തന്നെ, നിങ്ങൾ ഇനി എൻ്റെ ഇവിടുത്തെ ചായയും കുടിക്കണം, എൻ്റെ വീട്ടുമുറ്റത്തും കയറണ്ട. ഞാൻ നിങ്ങൾ പണ്ടൊക്കെ കഴിഞ്ഞു പോയ ആ ഒരു ഇതിൽ വെച്ച് സംസാരിച്ചതാണ്. എന്നാൽ നിങ്ങൾ അവളോടാണ് അനുകമ്പയും കൂറൊക്കെയും നിങ്ങൾ ആയിക്കോ, ഇങ്ങോട്ടേക്ക് വരണ്ട. ഇവിടുത്തെ പരദൂഷണം അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കാനല്ലേ, ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവിടെ ചെന്ന് പറയാനല്ലേ എന്നൊക്കെ ഭാനുമതി അമ്മയോട് പറയുമ്പോൾ ഭാനുമ്മക്ക് അങ്ങ് ദേഷ്യം പിടിക്കാനായിട്ടാ. ഭാനുമ്മ തൻ്റെ കൈ ധരിക്കുന്നുണ്ട്. അങ്ങനെ സുശീല അടുക്കളയിലോട്ട് പോകണം. പിന്നീട് ഭാനുമ്മ ഇരുന്ന ചെയർ അങ്ങ് പിടിച്ച് വലിച്ച് അങ്ങ് ഉള്ളിലോട്ട് ഇട്ടിട്ട്, എടി സുശീലേ, നീ ഒന്ന് കുറിച്ചോ, പഴയ അനുപമയോടല്ല നീ കളിക്കുന്നത്. നീ നിന്റെ മകനും വെറുതെ പതനത്തിന് നിൽക്കേണ്ട. നിങ്ങളുടെ കാൽ ചുവട്ടിലെ മണ്ണ് ഒലിച്ച് പോവത്തേ ഉള്ളൂ. പഴയ അനുപമയല്ല, അവളോട് ഏറ്റുമുട്ടിയാൽ നീ തോൽക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഭാനുമ്മ അങ്ങ് പോകുമ്പോൾ, എൻ്റെ മകൻ തോറ്റാലും വേണ്ടില്ല, എനിക്ക് അവളെ ഈ വീട്ടിൽ മരുമകളാക്കി കയറ്റാൻ എനിക്ക് താല്പര്യമില്ല. അതിനൊരിക്കലും ഈ സുശീല സമ്മതിക്കില്ല എന്നൊക്കെ ദേഷ്യവും വാശിയും കൂടിയിട്ട് സുശീല മനസ്സിൽ കുറിക്കുന്നു കേട്ടോ. പിന്നീട് കണ്ണനെയാണ് കാണിക്കുന്നത്. കണ്ണൻ ഇങ്ങനെ ഇന്ദ്രനോട് പറയാണ്, ഇന്ദ്രട്ടാ, ഇതിപ്പോൾ പഴയതിന് മോശമാവുന്നു നമ്മുടെ കടയിലെ കച്ചവടം, കാരണം സാധനങ്ങളില്ല, ആളുകൾ ചോദിച്ചു വരുമ്പോൾ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എനിക്കറിയാം കണ്ണ, എന്തായാലും ഞാൻ സേലത്തുള്ള ആ ഒരാളെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ നേർപ്പേടാവാൻ നോക്കട്ടെ. അങ്ങനെ ഫോൺ എടുത്ത് വിളിക്കാൻ ഒരുങ്ങുമ്പോൾ തൻ്റെ മുന്നിലോട്ട് അനുപമ എത്തിയിരിക്കുന്നു. എന്നാൽ ഇത് ഇന്ദ്രൻ കാണുന്നില്ല, കണ്ണൻ കാണുന്നു. കണ്ണൻ ഒന്ന് ഞെട്ടലോടുകൂടി നോക്കുകയാണ്. അനുപമയുടെ നെപ്പും ഭാവമൊക്കെ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഉടൻ തന്നെ കണ്ണൻ ഇങ്ങനെ ഇന്ദ്രൻ്റെ അടുത്തോട്ട് വന്നിട്ട്, ഇതേ അനുചേച്ചി വന്നിരിക്കുന്നു. ഇത് കേട്ടിട്ടും കോസലില്ലാതെ ഫോൺ കോൾ തുടരുന്നു. ഹലോ, ഇത് ഞാനാണ്, ഇന്ദ്രനാണ്. എനിക്ക് നാളെ ലോഡ് വേണം. അപ്പോൾ എന്നെ ചതിക്കുകയാണ്, കൂടെ നിന്നവരൊക്കെ ചതിക്കുകയാണ്. അതുകൊണ്ട് ഇന്ദ്ര പൈസ തരാൻ പറ്റില്ല എന്നുള്ള വാക്കുകളൊക്കെ അവിടെ നിങ്ങൾ പറയുന്നു തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇന്ദ്ര അതിന് മറുപടി പറയണം, എൻ്റെ സ്ഥിതി അങ്ങനെ തന്നെയാണ്, കൂടെ നിന്ന് ചതിക്കുന്നവരാണ് ഇപ്പോൾ എല്ലാവരും. അപ്പോൾ ഉടനെ കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്താ അനുചേച്ചി ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ, അനുചേച്ചിക്ക് സുഖമില്ല? കണ്ണ, സുഖമായി പോകുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. പിന്നീട് ഫോൺ കോൾ അങ്ങ് വെച്ച ഉടൻ തന്നെ കണ്ണ് ചെന്നിട്ട് പറയണം, അനുചേച്ചി ഇതാ വന്നിരിക്കുന്നു, എന്താ എൻ്റെ കണ്ണുകൊണ്ട് കാണാനില്ല, നീ നിൻ്റെ പണി നോക്കിയെന്ന് പറയാം കേട്ടോ. ഇതേ സമയം എന്തിനാടി നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? അത് കേൾക്കുന്ന അനുഭവം പറയാണ്, എടിപൊടി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേടിയാവുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അപ്പോൾ ഉടൻ തന്നെ കണ്ണൻ പറയണേ, ഇന്ദ്രട്ടാ, എന്തിനു വെറുതെ അനുചേച്ചിയുമായി ഉടക്കുന്നത്, നീ നിൻ്റെ പണി നോക്കടാ, ഇത് ഞാനും ഇവളുമായുള്ള പ്രശ്നമാണ്. അങ്ങനെ അനുഭവം പറയണേ. അനുപമയുടെ മുന്നിൽ വെച്ച് അതങ്ങ് പറയുമ്പോൾ ഇന്ദ്രൻ അനുപമയോട് പറയണേ, നീ ഒരു കാര്യം ചിന്തിച്ചോ? നീ എന്നെ ഭീഷണിപ്പെടുത്താനോ ഇറക്കിവിടാനോ അങ്ങനെ എന്തിനെങ്കിലും വേലത്തരത്തിന് വന്നതാണോ? നിങ്ങളെപ്പോലെയുള്ള അതിബുദ്ധിയൊന്നും എനിക്കില്ല. ഞാൻ ഒരു വാടക വീട്ടിലാണെങ്കിലും ഒരു കടയിലാണെങ്കിലും എൻ്റെ കടയാണെങ്കിലും ആദ്യം ഞാൻ 10 ദിവസത്തെ ഗ്യാപ്പ് തരും. ഈ 10 ദിവസത്തിനുള്ളിൽ ഈ കടയിൽ നിന്ന് ആരാണെങ്കിലും ഇറങ്ങണം. അത്രയും ഗ്യാപ്പ് ഒരാൾക്ക് കൊടുക്കണമല്ലോ. അല്ലാതെ നിങ്ങളെപ്പോലെ അന്നൊക്കെ ഇപ്പോൾ ഇറങ്ങണമെന്ന് പറഞ്ഞ് മറ്റുള്ളവരായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന സ്വഭാവം എന്നിലില്ല. എന്താട്ടി നീ പറഞ്ഞത്? എൻ്റെ കട നിനക്ക് വിട്ടുതരണം. എനിക്കും എൻ്റെ കുഞ്ഞിനും ജീവിക്കാൻ ഇനിയുള്ള കാലം ഈ കട വേണം. ഞാനും എൻ്റെ കുഞ്ഞും ജീവിച്ചോളാം. ഞാനിത് നിങ്ങൾക്ക് 10 ദിവസത്തെ ഗ്യാപ്പ് തരുന്നു. അത് കഴിഞ്ഞാൽ എന്താടി നീ ആളെ വിളിച്ച് എന്നെ തല്ലിക്കൊല്ലുന്ന പറയുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് ഒന്ന് മെസ്സേജ് തരാനാണ് വന്നത്. 10 ദിവസം കഴിഞ്ഞാൽ ഈ അനുപമ ആരാണെന്ന് നിങ്ങളറിയും. അതുകൊണ്ട് ഞാൻ പോകുന്നു. എൻ്റെ കുഞ്ഞിനും എനിക്കും ജീവിക്കാൻ ഇനി ഈ കട വേണം എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഇന്ദ്രൻ ഒന്ന് അടി പതറുന്നു കേട്ടോ. അത് കണ്ട ഉടനെ കണ്ണൻ വന്നിട്ട് പറയണേ, ഇന്ദ്രട്ടാ, അനുചേച്ചിയും ഇന്ദ്രട്ടനുമായി ഉടക്കാണോ? എന്താപ്പം നിനക്ക് സംസാരത്തിൽ നിന്ന് എന്താ തോന്നിയത്? അത് കേട്ട ഉടനെ ഇങ്ങനെ കണ്ണനാകെ ഞെട്ടി നിൽക്കണം. എൻ്റെ ഇന്ദ്രട്ടാ, ഇത് പ്രശ്നം ഗുരുതരമാകുന്നത്
പോകുന്നതിന് നല്ലത്, കട വിട്ടു പോകുന്നത് നല്ലത്, അവരുമായി പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കി എന്നൊക്കെ ഇന്ദ്രനോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ ആകെ കുരുക്കിലായിരിക്കുകയാണ്. പിന്നീട് ദാസിനെയാണ് കാണിക്കുന്നത്. ദാസ് ഇങ്ങനെ ചിരു ഞാൻ പോട്ടെ, ഞാൻ അടുക്കളയിലാണ് അങ്കിൾ, എന്നാൽ ഞാൻ പോട്ടെ, നീ കഥ കടച്ചേക്ക് എന്ന് പറഞ്ഞ് മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ ലതികയും ലംബോദരനെയും കാണുന്നു. ആഹാ ഇതിപ്പോൾ ആര്? അതെ ഞങ്ങളൊരു വഴിപാട് കഴിഞ്ഞ് വരിക, അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കയറണമെന്ന് തോന്നി. അതിനെന്താ കുഴപ്പം? ചിരുമോൾ ഒറ്റക്കാണ്, എനിക്കിവിടെ നിൽക്കാൻ നേരമില്ല, നിങ്ങൾ എന്തായാലും സംസാരിക്കുക, ഞാനൊന്ന് പോട്ടെ എന്ന് പറയട്ടെ. ദാസ് പോകുന്നു കേട്ടോ. പിന്നീട് ലതികയും ലംബോദരൻ അകത്തോട്ട് കയറി ചെന്നിട്ട് ചീരു ചീരു എന്ന് പറഞ്ഞ് വിളിക്കാം. അപ്പോൾ ചീരു പുറത്തോട്ട് വരുമ്പോൾ ആഹാ ഇതിപ്പോൾ ആര്? അമ്മക്കും അമ്മാവനെ എങ്ങനെ ഈ വീടൊക്കെ കണ്ടുപിടിച്ച്? വീട് കണ്ടുപിടിക്കാൻ അറിയാവുന്ന ഒരാൾ വീട്ടിലുണ്ടല്ലോ. അത് കേൾക്കുന്ന ചീരുവിൻ്റെ മുഖമൊക്കെ ഒരു പുഞ്ചിരി വിടർന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ എത്തി, എന്തായാലും അമ്മക്കും അമ്മാവനും ഒരു ചായയൊക്കെ എടുക്കാം. അതൊന്നും വേണ്ട, ഞങ്ങളിവിടെ ഇരിക്കട്ടെ, നീ ഞങ്ങളുടെ കൂടെ വാ, നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് കേട്ട ഉടനെ തന്നെ ചീരു പറയണേ എന്നാലും ഒരു ചായ എടുക്കാമേ, ചായ എടുത്തതിന് ശേഷം നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ചീരു അങ്ങ് അടുക്കളയിലോട്ട് പോകുമ്പോൾ എന്തായാലും വലിയ വീടൊക്കെ തന്നെയാണ് എന്നും പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ പ്രതിഭയാണ് കാണിക്കുന്നത്. പ്രതിഭ തൻ്റെ അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ പറയാണ്. രാഹുലും ഇന്ദുമായുള്ള പ്രശ്നം, അവർ ഡിവേഴ്സിലോട്ട് എത്തിയിരിക്കുന്നു, കാര്യങ്ങൾ ആകെ വഷളായിരിക്കുന്നു. അത് കേൾക്കുന്ന പ്രതിഭയുടെ അച്ഛൻ സുധൻ പറയണേ എന്താ മോളെ നീ പറയുന്നത്? ഞാൻ ആകെ ഞെട്ടിപ്പോകുന്ന ഒരു കാര്യമാണല്ലേ നീ പറഞ്ഞത്. അത് കേൾക്കുന്ന പ്രതിഭയുടെ അമ്മ പറയണേ നിങ്ങളൊന്ന് പതുക്കെ സംസാരിക്കും, ഉറക്കെ സംസാരിക്കില്ല, പ്രശ്നം ഗുരുതരമാവും, അത് നിങ്ങൾ ആലോചിക്കണം. കുഞ്ഞമ്മ ഇവിടെ ഉണ്ടല്ലോ. അത് കേട്ട ഉടൻ തന്നെ അത് ശരിയാണല്ലോ, കുഞ്ഞമ്മ എവിടെയുണ്ടല്ലോ എന്ന് അവിടെ പ്രതിഭയുടെ അച്ഛന് സുധനും പറയാണ്. അങ്ങനെ എന്നാൽ ഇങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തായാലും എൻ്റെ സമാധാനം പോയി അച്ഛാ, ആ ഒരു പ്രശ്നം ഉണ്ടായതിൽ പിന്നെ എനിക്ക് മനസ്സമാധാനം ഉണ്ടായിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സുധൻ പറയാം അതിന് നീ എന്തിനാ ഇങ്ങനെ മനസ്സമാധാനക്കേട് കാണിക്കുന്നത്? അപ്പോൾ ഉടൻ തന്നെ പ്രതിഭ പറയണേ നിങ്ങളെല്ലാവരും കൂടിയിട്ടാണല്ലോ എന്ന് പറയുമ്പോൾ സുധൻ പറയണേ ഒരിക്കലും ഞാൻ പ്രതിഭയെ നിന്നെ ഞാൻ സത്യനെ വിവാഹം കഴിപ്പിക്കണമെന്ന് ഞാൻ എൻ്റെ മനസ്സിലുള്ള ആലോചന ഒരിക്കലും മറ്റുള്ളവരോട് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. സത്യനായിട്ട് തീരുമാനം എടുത്തതല്ലേ, സത്യനും മറ്റുള്ളവരൊക്കെ തീരുമാനം എടുത്തതല്ലേ. ഞാൻ നിന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ആരുടെയും മുന്നിൽ ചെന്നിട്ടില്ലല്ലോ. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ എൻ്റെ സമാധാനം പോയച്ചാ. അവർ തമ്മിൽ ഒരുമിക്കുകയാണെങ്കിൽ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നാൽ സത്യൻ എന്നോട് ഇതൊന്നും കാണിച്ചിട്ടില്ല, നിങ്ങൾ ടൂറ് പോകാൻ നിൽക്കല്ലേ. അത് കേൾക്കുന്ന പ്രതിഭ പറയുന്നത് അല്ല, അവൾ വിളിച്ച് പറഞ്ഞതിലാണ് ഞാൻ ഈ ടൂറ് പോകുന്നത്. എന്ത് പറഞ്ഞപ്പോഴാണ് സത്യേട്ടൻ്റെ കണ്ണ് തുറന്നത്. ഇനിയിപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ ഓരോന്നാകുമ്പോൾ എൻ്റെ സ്വസ്ഥതയും സമാധാനം പോകും, അതാണ് എൻ്റെ പേടി. അതൊക്കെ കേൾക്കുന്ന പ്രതിഭയുടെ അമ്മ പറയുന്നത് ശരിയാണ്. ഉടൻ തന്നെ അവർ പിരിയാതെ എങ്ങനെയെങ്കിലും അവരുടെ ബന്ധം ദൃഢമാവുകയാണെങ്കിൽ എനിക്ക് സമാധാനമായിരുന്നു എന്ന് പ്രതിഭ പറയുമ്പോൾ സുധൻ പറയണേ രാവിലെ അച്ഛനെ അമ്മയൊക്കെ എനിക്കറിയാം, എന്തായാലും ഞാനൊന്ന് പോയി സംസാരിച്ച് നോക്കട്ടെ, കാര്യങ്ങളൊന്നും ഇടപെടാൻ പറ്റുമോ എന്നൊക്കെ നോക്കട്ടെ എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് കുഞ്ഞമ്മ കയറി വരികയാണ്. അങ്ങനെ കുഞ്ഞമ്മ എന്താ ഞാനറിയാതെ ഒരു ചർച്ച, എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഒന്നുമില്ല എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി, സുശീലയെ കുറിച്ചായിരിക്കും. സുശീലയുടെ മൂത്ത മരുമകളെ കെട്ടിയിട്ട് ജീവിപ്പിക്കുന്നത് പോലെ ജീവിപ്പിക്കാമെന്ന് കരുതിയപ്പോൾ അതിനെ പുറത്തിട്ട് വലിച്ചെറിയല്ലേ ചെയ്തത്. അതുപോലെ നിന്നെ കിട്ടുന്നില്ല കാണുമ്പോൾ സുശീല തിരിഞ്ഞു കൊത്തും. അത് അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത സൈസാണ്. അത് പ്രതിഭ പിന്നീടൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ പ്രതിഭ പറയണേ എൻ്റെ കുഞ്ഞമ്മ ചേച്ചി, നിങ്ങൾ ഈ പറയുന്നത് ഇതുവരെയൊക്കെ നിങ്ങൾ സുശീലാമ്മയുടെ കൂടെ ആയിരുന്നല്ല, ആൻറ്റിയുടെ കൂടെ ആയിരുന്നല്ല, ഇപ്പം എന്താ നിങ്ങളുടെ വാക്കിലൊക്കെ ഒരു മാറ്റം? അത് കേട്ട ഉടനെ തന്നെ എനിക്കൊരു ആവശ്യം വന്നപ്പോൾ അവൾ എന്നെ സഹായിച്ചില്ല, അതുകൊണ്ട് തന്നെ അവളെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ പ്രതിഭയോട് കുഞ്ഞമ്മ പറയുമ്പോൾ ഉടൻ തന്നെ പ്രതിഭ പറയണ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നു, നിങ്ങളുടെ പേരക്കുട്ടി എന്ന് പറയുന്ന മുരുകൻ അവിടെ എത്തിയിരുന്നു. എന്താ നീ പറഞ്ഞ? അതെ അവിടെ എത്തിയിരുന്നു, അമ്മയുമായി എന്തൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു, എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് പ്രതിഭ കയറി വരുമ്പോൾ കുഞ്ഞമ്മക്ക് ആകെ പേടിയാവുന്നുണ്ട്. ഈശ്വരൻ എന്താ ഈ പറയുന്നത്, ഇനി എത്തിയിരിക്കുന്നു എന്നോ, എനിക്ക് പേടിയാവുന്ന എന്ന ഭാവത്തിൽ നിൽക്കുന്നു കേട്ടോ. അവനെന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്ന ഭാവത്തിൽ ഇങ്ങനെ കുഞ്ഞമ്മ നിൽക്കുന്നു. പിന്നീടാണെങ്കിൽ കാണിക്കുന്നത് ദാസിൻ്റെ ഡ്രൈവർ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇന്ദ്രനാണെങ്കിൽ ഒരു പാടവക്കത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നിങ്ങളത് കാറിലോട്ട് വിളിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഇന്ദ്രൻ ആ കാറിൽ കയറി പോവാണ്. അപ്പോൾ ദാസ് എന്താ നീ എന്നെ വിളിച്ചത്? ഈ പഴയ ഇന്ദ്രനായിരുന്നെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് തിരഞ്ഞു വരാറാണല്ലോ, ഇപ്പോഴത്തെ ഇന്ദ്രന് ഒരുപാട് മാറ്റമുണ്ടല്ലോ. ഉണ്ട്, അതെ അനുഭവം വന്നിട്ട് എൻ്റെ അടുത്തോട്ട് ആ കട ഒഴിച്ചു തരാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചത് നീ അവളുടെ മുന്നിലിട്ട് ഡിവോഴ്സ് നോട്ടീസുമായി ചെന്ന് അവൾ പൊട്ടിക്കരയുന്നാണ്, എന്നാൽ അത് ഉണ്ടായില്ലല്ലോ. അത് കേൾക്കുന്ന ഇന്ദ്രന് പറ്റങ്ങ് മുഖം മാറുന്നു കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയണേ അതെ നിങ്ങളെന്നെ സഹായിച്ചു എന്നുള്ളത് സത്യം തന്നെ, 25 ലക്ഷം രൂപ തന്നിട്ടാണ്
എനിക്ക് ആ കട തന്നത്. പക്ഷെ ആ കടയില്ലെങ്കിൽ ഇന്ദ്രനില്ല. അത് കേട്ട ഉടനെ തന്നെ അങ്ങ് ദാസിൻ്റെ സ്വഭാവം പറയാണ്. അങ്ങനെ ദാസ് പറയണേ, നീ പറയുന്നത് ശരിയാണ്, ആ കടയില്ലെങ്കിൽ നീ ഇല്ല എന്നൊക്കെ പറയുന്നത് നീൻ്റെ തോന്നൽ മാത്രമാണ്. നീ ഇല്ലെങ്കിൽ അനുപമയില്ല എന്നും അതിൽ പറയുന്നതിൽ അർത്ഥമുണ്ട്. എന്നാൽ നീ ഒരു കാര്യം ചിന്തിക്കണം, നീ ഇല്ലെങ്കിൽ അനുപമയില്ല, ഇന്ദ്രനില്ലെങ്കിൽ സുശീലയില്ല, ഇങ്ങനെയുള്ള വാക്കുകളൊന്നും എനിക്ക് കേൾക്കണ്ട. അന്ന് ഞാൻ 25 ലക്ഷം രൂപ സഹായിച്ച് നിൻ്റെ പേരിൽ ആ കടയാക്കാതിരുന്നത് ഇങ്ങനെയോ ഒരു പ്രശ്നം ഇവിടെ വരുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ്. നീയും നിൻ്റെ അമ്മയും മനുഷ്യജന്മങ്ങളല്ല, മനുഷ്യ ജന്മം എന്ന് പറയാൻ പറ്റില്ല, മനുഷ്യ സ്വഭാവം പോലും നിങ്ങളിലില്ല. അതുകൊണ്ട് തന്നെ ഇത് കേട്ട ഇന്ദ്രൻ പറയണേ, എന്തിനാ എൻ്റെ അമ്മയെ ഇതിലോട്ട് കൂട്ടിക്കൊഴുക്കുന്നത്, കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയണ്ടേ എന്ന് പറയാനായിട്ടാ. അങ്ങനെ അതത്ര വലിയ അങ്ങ് ഉൾക്കൊള്ളാൻ ഇന്ദ്രന് കഴിയില്ല. തൻ്റെ അമ്മയെക്കുറിച്ച് കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ ഇന്ദ്രന് അടിമുടി കയറുന്നുണ്ട്. എന്നിട്ട് ദാസ് പറയണേ, ഭൂമിയിൽ ആരെങ്കിലും നിന്നെ ഇതുവരെ സഹായിച്ചിട്ടുണ്ടോ? എന്നാൽ നിന്നെ ഞാൻ സഹായിച്ചത് എൻ്റെ അണ്ണൻ്റെ രണ്ടാമത്തെ മകൾക്ക് വേണ്ടി ഞാൻ 25 ലക്ഷം രൂപ അന്ന് ഞാൻ തന്നതും നിനക്കൊരു കടയിട്ട് തന്നതും നീയും നിൻ്റെ കുടുംബവും എൻ്റെ അനുപമ മോള് നല്ലപോലെ ജീവിച്ചോട്ടെ എന്ന് കരുതിയിട്ട്, എന്നിട്ട് നീയും നിൻ്റെ അമ്മയും കാണിച്ചത് എന്താ എന്നൊക്കെ ചോദിച്ച് ഒരു പട്ടിയെ ആട്ടി ഇറക്കുന്നത് പോലെ ഇന്ദ്രനെ ഇങ്ങനെ കാറിലിട്ടിട്ട് ദാസ് ഇങ്ങനെ നിർത്തി പൊരിക്കുകയാണ് കേട്ടോ.